Priya bought a bag and a pair of slippers for 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? അതായത് പ്രിയ ഒരു ബാഗും ഒരു സ്ലിപ്പേഴ്സും 1100 റുപ്പീസിന് വാങ്ങിച്ചു. ബാഗിന് സ്ലിപ്പേഴ്സിനേക്കാൾ 300 റുപ്പീസ് കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ലിപ്പറിൻ്റെ പ്രൈസ് എത്രയാണ്, അതേപോലെ ബാഗിൻ്റെ പ്രൈസ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ബാഗിൻ്റെ പ്രൈസ് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് പ്രൈസ് ഓഫ് ബാഗ് എക്സ് ആൻഡ് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് വൈ. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 റുപ്പീസ്. അതായത് പ്രൈസ് ഓഫ് ബാഗ് പ്ലസ് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് ഈസ് ഈക്വൽ ടു 1100 റുപ്പീസ്. അല്ലേ? അതായത് പ്രൈസ് ഓഫ് ബാഗ് എന്താണ്? എക്സ് പ്ലസ് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് വൈ ഈസ് ഈക്വൽ ടു എന്താണ്? 1100 ആണ്. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ദ ബാഗ് കോസ്റ്റ് 300 റുപ്പീസ് മോർ ദാൻ സ്ലിപ്പേഴ്സ്. അതായത് പ്രൈസ് ഓഫ് ബാഗ് ഈസ് ഈക്വൽ ടു 300 പ്ലസ് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ്. ദാറ്റ് ഈസ് പ്രൈസ് ഓഫ് ബാഗ് എന്താണ്? എക്സ് ആണല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് വൈ ആണ് പ്ലസ് 300 അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്നെന്താണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1100 അല്ലേ. പിന്നെ ഉള്ളത് എന്താ? എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 300 അല്ലേ. എക്സ് എന്ന് പറയുന്നത് വൈ പ്ലസ് 300 ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിന് പകരം വൈ പ്ലസ് 300 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് വൈ പ്ലസ് 300 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1100 അല്ലേ. അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു? എക്സിന് പകരം വൈ പ്ലസ് 300 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് വൈ പ്ലസ് വൈ എന്താണ്? 2y ആണ് പ്ലസ് ഈ 300 ഈസ് ഈക്വൽ ടു എന്താണ്? 1100 അല്ലേ. ഇതിൽ നിന്ന് 2y കണ്ടുപിടിക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ പ്ലസ് 300നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 300 ആകും. ദാറ്റ് ഈസ് 2y ഈസ് ഈക്വൽ ടു 1100 മൈനസ് 300. ദാറ്റ് ഈസ് 2y ഈസ് ഈക്വൽ ടു 1100 മൈനസ് 300 എന്താണ്? 800 ആണല്ലേ. ദാറ്റ് ഈസ് ഇതിൽ നിന്ന് നമുക്ക് y കണ്ടുപിടിക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ ഇൻറ്റു 2വിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 800 ബൈ 2 അല്ലേ. 800 ബൈ 2 എന്താണ്? 400 ആണ്. സോ y ഈസ് ഈക്വൽ ടു എന്താണ്? 400 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് y കിട്ടി, 400 കിട്ടി. ഇനി എക്സ് കൂടി കണ്ടുപിടിക്കുക അല്ലേ. എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടു y പ്ലസ് 300 ആണ് അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു y പ്ലസ് 300 ആണ്. y എത്രയാണ് നമുക്ക് കിട്ടിയത്? 400 ആണ്. സോ 400 പ്ലസ് 300 ദാറ്റ് ഈസ് 700 അല്ലേ. സോ നമുക്ക് എക്സ് കിട്ടി, വൈയും കിട്ടി. സോ പ്രൈസ് ഓഫ് ബാഗ് ഈസ് ഈക്വൽ ടു എക്സ് ദാറ്റ് ഈസ് 700 ആൻഡ് പ്രൈസ് ഓഫ് slippers is y that is 400. The sum of two numbers is 26 and their difference is 4. What are the numbers? അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 26ഉം ഡിഫറൻസ് 4ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. ആദ്യം എന്താ തന്നിട്ടുള്ളത്? സം ഓഫ് ടു നമ്പേഴ്സ് 26 ആണ്. അതായത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? ദ ഡിഫറൻസ് ഈസ് 4. അതായത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4 അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. ഇനി ഇക്വേഷൻ 2ൽ നിന്നും നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. ഇക്വേഷൻ 2ൽ എന്താണ് പറയുന്നത്? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4. ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ മൈനസ് വൈയെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പ്ലസ് വൈ ആകും. സോ എക്സ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് വൈ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 4 പ്ലസ് വൈ ആണ്. ഇത് നമുക്ക്
ഇക്വേഷൻ 1 കൊടുക്കാം. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 4 + y എന്ന് ഇക്വേഷൻ 1 കൊടുക്കാം. അല്ലേ? ഇക്വേഷൻ 1 എന്താണ് പറയുന്നത്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26 എന്നാണ് ഇക്വേഷൻ 1 പറയുന്നത്. അപ്പോൾ എക്സിന് പകരം നമ്മൾ 4 + y എന്ന് കൊടുക്കുക. കാരണം എക്സ് ഈസ് ഈക്വൽ ടു 4 + y ആണ്. അപ്പോൾ എക്സിന് പകരം നമ്മളിവിടെ 4 + y ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 4 + y പ്ലസ് ഈ y ഈസ് ഈക്വൽ ടു 26. ദാറ്റ് ഈസ് 4 + y എന്താണ്? 2y ഈസ് ഈക്വൽ ടു 26. ഇതിൽ നിന്ന് 2y കണ്ടുപിടിക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ +4നെ =ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -4 ആകും. ദാറ്റ് ഈസ് 2y ഈസ് ഈക്വൽ ടു 26 - 4. 26 - 4 എത്രയാണ്? 22 ആണ് അല്ലേ? സോ 2y ഈസ് ഈക്വൽ ടു 22. ഇതിൽ നിന്നും y കണ്ടുപിടിച്ചൂടെ? അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ ഇൻറ്റു 2വിനെ =ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ /2 ആകും. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 22/2. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 22/2 എന്നാണ് 11 അല്ലേ? അപ്പോൾ നമുക്ക് y കിട്ടി. അതെത്രയാണ്? 11 ആണ്. ഇനി എക്സ് കൂടി കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 4 + y ആണെന്ന് നമ്മൾ കണ്ടല്ലോ അല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു 4 + y. ദാറ്റ് ഈസ് 4 + y എത്രയാണ്? 11. ദാറ്റ് ഈസ് 15 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് കിട്ടി, y കിട്ടി. 15 and 11. The perimeter of a rectangle is 40 centimeters and one side is 8 centimeter longer than the other. Calculate the length of the sides. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 40 centimeters ആണ്. അതിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 8 centimeter കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആ സൈഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലേ? ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെങ്ത്തിനെ നമുക്ക് L ആയിട്ട് എടുക്കാം, ബ്രെഡ്ത്തിനെ നമുക്ക് B ആയിട്ടും എടുക്കാം അല്ലേ? സോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പെരിമീറ്റർ എന്താണ്? 40 centimeter ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചുറ്റളവ് അല്ലേ? ഈ ചുറ്റുമുള്ള ലെങ്ത് പ്ലസ് ബ്രെഡ് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്. അതായത് 2 × ലെങ്ത് പ്ലസ് 2 × ബ്രെഡ്ത്ത്. ദാറ്റ് ഈസ് 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് ഇക്വേഷൻ. 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എന്താണ്? 40 centimeter ആണ്. ഇതാണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷന് അല്ലേ? അതായത് ലെങ്ത്തിന് പകരം നമ്മൾ L എന്നും ബ്രെഡ്ത്തിന് പകരം B എന്നും കൊടുക്കാം. സോ 2 × L + B ഈസ് ഈക്വൽ ടു 40. ഇതിൽ നിന്നും L + B കണ്ടുപിടിക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യാം? ഈ ഇൻറ്റു 2വിനെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ /2 ആകും. സോ L + B ഈസ് ഈക്വൽ ടു 40/2. 40/2 എന്താണ്? 20 ആണല്ലേ? സോ L + B ഈസ് ഈക്വൽ ടു 20. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇതിന് 1 എന്ന് കൊടുക്കാം. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? വൺ സൈഡ് ഈസ് 8 centimeter ലോങ്ങർ ദാൻ ദ അതർ. അതായത് ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 centimeter കൂടുതലാണ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാൾ 8 centimeter കൂടുതലാണ്. അതായത് L ഈസ് ഈക്വൽ ടു B + 8 അല്ലേ? അപ്പോൾ നമുക്ക് L ഈസ് ഈക്വൽ ടു B + 8 എന്ന് ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഇക്വേഷൻ 1 എന്താണ് പറയുന്നത്? L + B ഈസ് ഈക്വൽ ടു 20 ആണല്ലേ? എന്നീ എല്ലിന് പകരം നമ്മൾ B + 8 എന്ന് കൊടുക്കുക. കാരണം L ഈസ് ഈക്വൽ ടു B + 8 ആണ്. B + 8 പ്ലസ് B ഈസ് ഈക്വൽ ടു 20. ദാറ്റ് ഈസ് B + B എത്രയാണ്? 2B + 8 ഈസ് ഈക്വൽ ടു 20. ഇതിൽ നിന്ന് 2B കണ്ടുപിടിക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ +8നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -8 ആകും. ദാറ്റ് ഈസ് 2B ഈസ് ഈക്വൽ ടു 20 - 8. ദാറ്റ് ഈസ് 2B ഈസ് ഈക്വൽ ടു 20 - 8 എത്രയാണ്? 12 ആണല്ലേ? ഇനി ഇതിൽ നിന്ന് B കണ്ടുപിടിച്ചൂടെ? അതിന് വേണ്ടി എന്ത് ചെയ്യാം? ഈ ഇൻറ്റു 2വിനെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആകും. സോ B ഈസ് ഈക്വൽ ടു 12/2. 12/2 എത്രയാണ്? 6 ആണല്ലേ? സോ B ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് L കണ്ടുപിടിച്ചൂടെ? L ഈസ് ഈക്വൽ ടു എന്താണ്? B + 8 ആണ്.
L ഈസ് ഈക്വൽ ടു ബി പ്ലസ് 8 ദാറ്റ് ഈസ് ബി എത്രയാണ് 6 പ്ലസ് 8 ദാറ്റ് ഈസ് 14 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കിട്ടി, അത് എത്രയാണ് 14 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് എത്രയാണ് 6 സെൻറ്റിമീറ്റർ.